ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലുണ്ടായതായ ദാരുണമായ അന്ത്യം, ആ തീപിടുത്തത്തിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണല്ലോ. അവിടെ മറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഏതാനും ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു വരുന്ന ചിന്തയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. അവസാനമായിട്ട് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. എന്നാൽ അതിനു മുൻപായിട്ട് നടക്കേണ്ടുന്നതായ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണല്ലോ സഭയുടെ ആ പുനരുദ്ധാരണം എന്നുള്ളത്, അഥവാ മധ്യാകാശത്തിൽ ദൈവം സഭയെ ചേർക്കുന്നത്. അതാണല്ലോ വിശ്വാസികളായ നമ്മുടെ ഏക പ്രത്യാശി. കുഞ്ഞാടിന്റെ കല്യാണം എന്നത് വേദപുസ്തകത്തില് ഉടനീളം നിഴലും പൊരുളുമായി പരിശുദ്ധാത്മാവ് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണത്. ഇസഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹം പഴയ നിയമത്തിൽ നാം അത് നിഴലായി അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഉത്തമഗീതം അത് അവിടെയും ആലങ്കാരികമായി സഭയ്ക്ക് ആത്മമണവാളനുമായുള്ള ആ ബന്ധത്തെ ചിത്രീകരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ വിരഹിതനായ തന്റെ നാഥനെ കുറിച്ച് സത്യസഭയ്ക്കുള്ള സ്നേഹത്തിന്റെ എത്ര ശ്രേഷ്ഠമായ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സഭ ഈ ലോകത്തില് ബന്ധനസ്ഥയായി കിടക്കുകയാണ്. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തെ പറുദീസയിൽ താമസിക്കുന്ന ഇടയനിൽ നിന്ന് പിൻവലിക്കുവാൻ അവളുടെ സഹോദരിയായ വേശ്യ സഭ പരിശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഹൃദയത്തെ ലോക പ്രിയന്മാർക്ക് കൊടുക്കുന്നതിനും അതുപോലെ രാജാക്കന്മാരോടും ലോക ഗവൺമെന്റുകളോടും രമിക്കുന്നതിനും ധനവും പ്രതാപവും സംബന്ധിച്ച വാഗ്ദാനങ്ങൾ അവള് എല്ലായ്പ്പോഴും ആ വാഗ്ദാനങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൾക്ക് അവളുടെ സ്വർഗീയ പ്രിയനെ ഉപേക്ഷിക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കാരണം ഭൂമിയിൽ നിന്ന് അവളുടെ പ്രിയതമനായ ഇടയനെ പറുദീസയില് എതിരേൽക്കുന്നതിന് ഭൂമിയിൽ നിന്ന് അവൾ എടുത്തുകൊള്ളപ്പെടുവാനുള്ള ആ സമയം അടുത്തു വരുന്നു എന്ന് അവൾക്ക് വിശ്വാസക്കണ്ണാൽ അത് നോക്കിക്കാണുവാനായിട്ട് കഴിയുന്നു എന്നതാണ് അതിന് കാരണം. കുഞ്ഞാടിന്റെ കല്യാണം എന്നത് യേശു കർത്താവ് വളരെയധികം പ്രാവശ്യം പുതിയ നിയമത്തില് പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ കല്യാണ സദ്യയുടെ ഉപമ നമുക്ക് കാണാം. ഈ ഉപമയിൽ രാജാവ് ദൈവവും പുത്രൻ ക്രിസ്തുവുമാണ്. രാജാവ് ധാരാളം അതിഥികളെ ക്ഷണിക്കുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരാണ് യഹൂദന്മാർ. എന്നാൽ ക്രിസ്തു ദൈവപുത്രനായ മശിഹ ആണെന്ന് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവന്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാൻ അവർ കൂട്ടാക്കിയതുമില്ല. രാജാവ് ക്ഷമയോടെ തന്റെ ദാസന്മാരെ 2 പ്രാവശ്യം അവരുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ വരാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, പലരെയും അവർ കൊന്നുകളയുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദാസന്മാർ യഹൂദന്മാർ പീഡിപ്പിച്ച ശിഷ്യന്മാരെ പ്രതിനിധീകരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാജാവ് അതിനാൽ ആ കുലപാതകന്മാരെ നശിപ്പിച്ച് അവരുടെ പട്ടണം തീ വെച്ച് എന്ന് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. യേശുവിന് ശേഷം 40 വർഷം കഴിഞ്ഞ് നടന്ന യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു ഇതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഥവാ AD 70 റോമ പട്ടാളം വന്ന് യെരുശലേം പട്ടണത്തെയും അതിൽ പാർത്തിരുന്ന യഹൂദന്മാരെയും വകവരുത്തിയത് നാം ഇതിനോടകം ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. യഹൂദന്മാർ ക്രിസ്തുവിന്റെ സദ്യയ്ക്കുള്ള ദൈവത്തിന്റെ ക്ഷണം നിരാകരിച്ചതിനാൽ ദൈവം പിന്നീട് ജാതികളെ ക്ഷണിക്കുന്നത്, അങ്ങനെ നമുക്ക് ആ രക്ഷ കൈവശമായി വന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചുങ്കക്കാർ, വേശ്യകൾ, അതേപോലെ സമൂഹ ഭ്രഷ്ടന്മാരെയും പാപികളെയും ക്ഷണിച്ചു. എന്നാൽ ഒരുവന് വിവാഹ വസ്ത്രമില്ലായിരുന്നു. നാം വിശ്വാസത്താൽ ധരിക്കുന്ന ക്രിസ്തുവിന്റെ നീതി വസ്ത്രത്തെയാണ് ഈ കല്യാണ വസ്ത്രം പ്രതിനിധീകരിക്കുന്നത് എന്ന്
റോമാലേഖനം 13:14, ഗലാത്യ ലേഖനം 3:26, 27, ഫിലിപ്പിയ ലേഖനം 3:8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെല്ലാം വിശദമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെ, യഥാർത്ഥമായി ദൈവകൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് മാത്രമേ ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. തുടർന്നും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാധിസ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗാധിസ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും